സൈലത്തിന്റെ ഓൺലൈൻ JEE റിപ്പീറ്റർ പ്രോഗ്രാമായ ധീര ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ഒരു അക്കാഡമിക് ഇയറിൽ കടന്നു പോകുന്ന എക്സാമിനേഷന്റെ സീരീസും ആ എക്സാമിനേഷന്റെ പാറ്റേണിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ റിവീൽ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഓൺലൈനായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ഡെയിലി ലൈവ് സെഷൻസിലൂടെ കടന്നു പോകുന്നു. എല്ലാ ദിവസവും അയാൾ പൂർണ്ണമായിട്ട് എൻഗേജ്ഡ് ആയിരിക്കും. നമ്മുടെ ഹോംവർക്കും ക്വിസും ഒക്കെ ചെയ്തായിരിക്കും അവർ മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ ഒരാഴ്ചയിൽ തിങ്കൾ മുതൽ ശനി വരെ ദിവസങ്ങളിലെ ലൈവ് സെഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ ദിവസം പഠിപ്പിച്ച കംപ്ലീറ്റ് ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു മിനി JEE എക്സാമിനേഷൻ ആയിരിക്കും ആ ആഴ്ചയിലുള്ള സൺഡേ നടക്കുക. ഇങ്ങനെ എല്ലാ ഞായറാഴ്ചയും നിങ്ങൾക്ക് മിനി JEE എക്സാമിനേഷൻ ഉണ്ടാവും. അതത് ആഴ്ചയിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ മാത്രമായിരിക്കും ആ ആഴ്ചയിലുള്ള മിനി JEE എക്സാമിനേഷനിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് വരിക. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സബ്ജക്റ്റിൽ നിന്നും 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ സെഷൻ എയിൽ 10 ക്വസ്റ്റ്യൻസും മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ, സെഷൻ ബിയിൽ ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസും ആയിരിക്കും ഉണ്ടാവുക. സെഷൻ ബിയിൽ വരുന്ന 5 ക്വസ്റ്റ്യനിൽ 2 മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സാധാരണ JEE മോഡലായിട്ട് തന്നെയാണ്, JEE മോഡലിൻ്റെ ഒരു മിനി വേർഷനാണ് ഈ മിനി JEE എക്സാമിനേഷനിൽ നടക്കുന്നത്. അങ്ങനെ 3 സബ്ജക്റ്റിൽ നിന്നും 36 ക്വസ്റ്റ്യൻസ് ആയിരിക്കും സൺഡേസിൽ നടക്കുന്ന ഈ വീക്കിലി മിനി JEE എക്സാമിനേഷനിൽ നിങ്ങൾക്ക് ഉണ്ടാവുക. ഇതിൻ്റെ റിസൾട്ട് വെരി നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കുന്നതാണ്. ഇങ്ങനെ ഒരാഴ്ചയിലുള്ള 4 സൺഡേസിലെ ഈ 4 എക്സാമിനേഷനും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എത്താൻ പോകുന്നത് മന്ത്ലി ടെസ്റ്റിലാണ്. എല്ലാ മാസവും 2ാമത്തെ ശനിയാഴ്ച നിങ്ങൾക്ക് മന്ത്ലി ടെസ്റ്റ് ഉണ്ടാവും. 4 വീക്കിലി ടെസ്റ്റിൽ നിങ്ങൾ എക്സാം എഴുതിയ നിങ്ങൾ പഠിച്ച കംപ്ലീറ്റ് ടോപ്പിക് കൂടെ ചേർത്ത് വെച്ചായിരിക്കും മന്ത്ലി ടെസ്റ്റ് ഉണ്ടാവുക. പക്ക JEE മോഡൽ എക്സാമിനേഷൻ തന്നെയായിരിക്കും. 90 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. സെഷൻ എ, സെഷൻ ബി. സാധാരണ JEEയിൽ എങ്ങനെയാണോ എക്സാമിനേഷൻ, എത്ര സമയമാണോ അതേ പാറ്റേണിൽ തന്നെയായിരിക്കും മന്ത്ലി എക്സാംസ് ഉണ്ടാവുക. മന്ത്ലി എക്സാം കഴിഞ്ഞ നെക്സ്റ്റ് സൺഡേ, അതായത് ഒരു സെക്കൻഡ് സാറ്റർഡേ മന്ത്ലി എക്സാം കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ആ എക്സാമിനേഷൻ്റെ അനാലിസിസും കഴിഞ്ഞ 4 വീക്കിലി എക്സാമിൻ്റെ അനാലിസിസും ചേർന്ന് ഒരു സ്റ്റുഡൻറ്റിൻ്റെ കംപ്ലീറ്റ് പ്രോഗ്രസ്സും കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പാരൻസ് മീറ്റിംഗ് ആണ് ആ ഞായറാഴ്ച നടക്കുന്നത്. അതായത് സൈലത്തിലെ കംപ്ലീറ്റ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്ന എല്ലാ സബ്ജക്റ്റിലെ കംപ്ലീറ്റ് ഫാക്കൽറ്റീസും നിങ്ങളുടെ പാരൻസുമായിട്ട് ഗൂഗിൾ മീറ്റ് വഴി സംസാരിക്കും. ഓരോ സ്റ്റുഡൻറ്റിൻ്റെ പെർഫോമൻസും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒരു സ്റ്റുഡൻറ്റ് ഇമ്പ്രൂവ് ആവണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റ്സുകളുണ്ട്. ഒരു എക്സാമിനേഷൻ കഴിയുമ്പോഴായിരിക്കും നമുക്കത് അനലൈസ് ചെയ്യാൻ സാധിക്കുക. ആ അനാലിസിസും ജനറലായിട്ട് നിങ്ങളെ പാരൻസ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും നിങ്ങളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും പാരൻസിനോടൊപ്പം നിങ്ങളെ ഇരുത്തിക്കൊണ്ട് തന്നെ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീക്ക്ലി എക്സാമിൻ്റെ മാർക്കിൻ്റെ അനാലിസിസും മന്ത്ലി എക്സാമിൻ്റെ അനാലിസിസും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും കംപ്ലീറ്റ് തുടർന്ന് അങ്ങോട്ടേക്കുള്ള ക്ലാസിൻ്റെ സ്ട്രക്ചറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പാരൻസ് മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇത് എല്ലാ മാസവും കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ മാസവും നിങ്ങൾക്ക് മന്ത്ലി എക്സാമിനേഷൻ ഉണ്ടാവും. അതിൻ്റെ അനാലിസിസ് ആയിട്ട് എല്ലാ മാസവും നിങ്ങൾക്ക് പാരൻസ് മീറ്റിംഗ് ഉണ്ടാവും. ഇതിനു പുറമെ ഓരോ 2 മാസങ്ങളുടെ ഇടവേളകളിലും കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ JEE ആസ്പിരൻസും, നോൺ സൈലമീൻസ് ഉൾപ്പെടെ കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ JEE ആസ്പിരൻസും എഴുതുന്ന ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എക്സാമിനേഷനാണ് അടുത്തത് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഈ എക്സാമിനേഷൻ എന്ന് പറയുന്നത് പക്ക JEE മോഡൽ എക്സാമിനേഷനാണ്. നമുക്കൊരു ഔട്ട്സൈഡ് സെൻറ്റർ ആയിരിക്കും നമ്മൾ എക്സാമിനേഷൻ എഴുതുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. കേരളത്തിലെ എല്ലാ ജില്ലയിലും നമുക്ക് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. ഒരു JEE എക്സാം എഴുതുമ്പോൾ നിങ്ങൾ എന്തെല്ലാം പ്രഷറിലൂടെയാണോ എന്തെല്ലാം സിറ്റുവേഷനിലൂടെയാണോ കടന്നു പോകുന്നത്, ആ സിറ്റുവേഷനൊക്കെ ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിലൂടെ നിങ്ങളെ കോൺഫിഡൻസ് ഒരുപാട് ബൂസ്റ്റ് ചെയ്യുന്നു. JEE എക്സാം എഴുതാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആദ്യമേ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് JEE ഫേസ് ചെയ്യാൻ പറ്റും. ഈ എക്സാമിനേഷൻ ഓരോ 2 മാസത്തിൻ്റെ ഇടവേളകളിലും നടത്തപ്പെടുന്നതാണ്. അതുവരെ കഴിഞ്ഞ വീക്കിലി എക്സാമിൻ്റെയും മന്ത്ലി എക്സാമിൻ്റെയും കംപ്ലീറ്റ് സിലബസ് എന്തൊക്കെ നിങ്ങൾ ഒരു തവണ പഠിച്ചോ അത് വീണ്ടും നിങ്ങൾ പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഈ GIB എക്സാം എഴുതുക. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ആ ക്വസ്റ്റ്യൻ്റെ പേപ്പർ ഡിസ്കഷനും വെരി നെക്സ്റ്റ് എക്സാമിനേഷൻ കഴിഞ്ഞ ഉടൻ തന്നെ നമുക്കത് ഡിസ്കഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ, നിങ്ങൾക്ക് ലഭിക്കുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ എല്ലാ JEE ആസ്പിരൻസിനോടാണ് നിങ്ങൾ കോമ്പറ്റീറ്റ് ചെയ്യുന്നത്. സോ അതുവരെ നിങ്ങൾ പഠിച്ച ടോപ്പിക്ക് വെച്ചിട്ട് കേരളത്തിലെ എല്ലാ JEE ആസ്പിരൻസിനോടും കൂടെ ചേർന്ന് നിങ്ങൾ എക്സാമിനേഷൻ എഴുതുമ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള സ്റ്റാറ്റസ് അനലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. മാത്രമല്ല ഈ എക്സാമിനേഷൻ കഴിഞ്ഞ ഉടൻ അതിൻ്റെ പേപ്പർ ഡിസ്കഷൻ നമുക്ക് ആപ്പ് വഴിയും യൂട്യൂബ് ലൈവ് വഴിയും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ കുറച്ചും കൂടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ JEE നിങ്ങളെ സഹായിക്കും. അങ്ങനെ ഓരോ വീക്കിലും നമ്മൾ പഠിച്ചെടുത്ത ടോപ്പിക്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതൊക്കെ വീക്കിലി എക്സാമിലൂടെയാണ്. ദെൻ ഓരോ മാസത്തെ റിവിഷനും നമ്മൾ നടത്തുന്നത് മന്ത്ലി എക്സാമിലൂടെയാണ്. ആ ഗ്രാൻഡ് ടെസ്റ്റ് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു ഓവറോൾ റിവിഷൻ നടത്തുന്നത് GIBകളിലാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഓരോ ടോപ്പിക്കും പഠിച്ചെടുത്ത് എക്സാമിനേഷൻ എഴുതി സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് റിവിഷനും കഴിഞ്ഞ് റിവിഷൻ ടെസ്റ്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ടാകുന്നു. അതും കഴിഞ്ഞിട്ട് നമ്മൾ എത്താൻ പോകുന്നത് മോക്ക് എക്സാം സീരീസിലാണ്.
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൈലമീൻസും നോൺ സൈലമീൻസും ഒക്കെ ചേർന്ന് എഴുതുന്ന, കേരളത്തിലെ എല്ലാ ആസ്പിരൻസും ചേർന്ന് എഴുതുന്ന മോക്ക് എക്സാമിനേഷൻ ഒരു സീരീസിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അതായത് ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉണ്ടാവും. ആ എക്സാമിനേഷൻ്റെ റിസൾട്ട് വെരി സൂൺ, ആ എക്സാം കഴിഞ്ഞ ഉടൻ തന്നെ റിസൾട്ട് വരികയും അതിൻ്റെ ഒരു അനാലിസിസ് നടത്തുകയൊക്കെ ചെയ്ത് നിങ്ങൾ ഈ ടെസ്റ്റ് സീരീസ് കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾ എത്താൻ പോകുന്നത് സൈലത്തിന് മാത്രം ഓഫർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്ക്ലൂസീവ്, സൈലത്തിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഫീച്ചറിലേക്കാണ് നിങ്ങൾ എത്താൻ പോകുന്നത്. അതാണ് ALTS എന്ന് പറയുന്നത്, ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ്. ഇന്ത്യയിലെ വിവിധ ഭാഗത്ത്, ഡൽഹിയിൽ നിന്നും രാജസ്ഥാൻ, മുംബൈ, അങ്ങനെ വിവിധ ഭാഗത്തെ ആസ്പിരൻസിനോട് ചേർന്ന് എക്സാമിനേഷൻ എഴുതി ഒരു ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റും കൂടെ വന്ന് അതും കൂടെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഫെയർ എക്സാമിനേഷൻ്റെ നമ്മുടെ റാങ്ക് ലിസ്റ്റ്, ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമ്മുടെ പൊസിഷൻ എവിടെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഏകദേശം കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസും കൂടെ എഴുതി അതിൻ്റെ പേപ്പറും കൂടെ നിങ്ങൾ അനലൈസ് ചെയ്ത് പഠിച്ചതിന് ശേഷമാണ് ഈ എക്സാമിനേഷൻ സീരീസ് അവസാനിക്കുന്നത്. വീക്ക്ലി എക്സാമിനേഷൻസ്, മന്ത്ലി ഗ്രാൻഡ് ടെസ്റ്റ്, GIBs, mock exam series and all India test series. By successfully completing these series of examination, you will become master in all subjects. ധീരയുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സൈലം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക. ഗോ അഹെഡ് വിത്ത് കോൺഫിഡൻസ്. സൈലം ഈസ് ഓൾവേസ് വിത്ത് യു. ബൈ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.